ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിനും മറുമരുന്നില്ലാത്ത മരണത്തിനുമിടയിൽ മനുഷ്യന്റെ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും കാരണം കണ്ടെത്താൻ ഭാരതം കണ്ടെത്തിയതാണ് അതിമഹത്തായ ജ്യോതിഷം. അതുപോലെ തന്നെ വിദേശ ജ്യോതിഷമാണ്, അല്ലെങ്കിൽ കാട്ടമാനസിയുടെ ഒരു രൂപമാണ് ടാരോ. എന്താണ് ടാരോ? ഈ ടാരോ കാർഡ് വളരെ നിഗൂഢത നിറഞ്ഞതാണ്. കാർഡുകളിലെ ചിത്രം നോക്കിയിട്ടാണ് ഭാവിയും ഭൂതം വർത്തമാനം പ്രവചിക്കുന്നത്. വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നാണ് ഈ ടാരോ റീഡിംഗ്. കരിയർ, സോഷ്യൽ ഇമേജ്, നിങ്ങൾക്കുണ്ടാവുന്ന ബന്ധങ്ങള്, നിങ്ങളുടെ ബന്ധങ്ങള്, അതുപോലെ സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം മനസ്സിലാക്കി ടാരോ കാർഡ് വായിക്കണ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ആ ദീക്ഷ എടുത്ത ഒരു വ്യക്തി ടാരോ കാർഡിലൂടെ നിങ്ങളുടെ ഭാവി, ഭൂതം, വർത്തമാനം എന്നിവയെല്ലാം പറയാൻ ഈ ടാരോ എന്ന ഈ കാർഡ് സഹായിക്കും. ഇത് അതിപുരാതന കാലത്ത് ഇറ്റലിയിലാണ് ഈ ടാരോ കാർഡ് ഇത്തരമൊരു രീതിയിൽ ഫ്രഞ്ച് പുരോഹിതനായ കോട്ട് ഡി ഗബയിൽ കണ്ടെത്തിയത്. അതിപുരാതനമായ ഇറ്റലിയിൽ 1440-നും 1450-നും ഇടയിലാണ് ഇത് കണ്ടെത്തിയതും. ടാരോ കാർഡ് റീഡിംഗ് എന്നുള്ളത് 78 കാർഡ് അടങ്ങിയ ഒരു സൂട്ടാണ് ടാരോ കാർഡ്. ഇതിൽ ചിത്രങ്ങളും ചിഹ്നങ്ങളും വിശകലനം ചെയ്തിട്ടാണ് ഭാവി പ്രവചനം നടത്തുന്നത്. ഇതിൽ 22 കാർഡുകൾ പ്രധാന ട്രംപ് കാർഡുകൾ, അതായത് മേജർ ആർക്കാന എന്നും, ബാക്കി വരുന്ന 56 കാർഡുകൾ അപ്രധാന സൂട്ടുകളായ മൈനർ ആർക്കാന കാർഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. കാട്ടമാനസിയുടെ ഒരു രൂപമാണ് ഈ ടാരോ. അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം പ്രതിഫലനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഈ ടാരോ കാർഡ് റീഡിങ്ങിലൂടെ സഹായിക്കും. നമ്മൾക്ക് പൂർവ്വജന്മങ്ങൾ, ഹിന്ദു മതപ്രകാരം പൂർവ്വജന്മാർജിതങ്ങളാണ് ഈ ഇഹജന്മത്തില് എല്ലാം നശിക്കാത്തതായ കർമ്മങ്ങളെല്ലാം സഞ്ചിത കർമ്മങ്ങൾ എന്നും, മുൻജന്മ കർമ്മ ഹേതുവായിട്ട് ഈ ജന്മത്തിലുള്ള കർമ്മദുരിതങ്ങൾ എന്നും ഹൈന്ദവൻ വിശ്വസിക്കുന്നുണ്ട്. ഹൈന്ദവ ആചാരപ്രകാരം അവര് എല്ലാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം മുൻജന്മ ബന്ധമായിട്ടുള്ളതാണ്. അപ്പൊ അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ, ദുരിതം ഈ ജന്മത്തിലും അത് അനുഭവിക്കുന്നു എന്നുള്ളത്. അതായത് കർമാനുസരണം ജനനം മരണം, വീണ്ടും ജനനം മരണം, ഈ ചക്ര പ്രവൃത്തി തുടരുന്നു. അതിലൂടെ മനുഷ്യന് മോക്ഷം ലഭിക്കുന്നത് വരെ ജനനമുണ്ട് എന്ന് തന്നെയാണ് ഹൈന്ദവൻ വിശ്വസിക്കുന്നത്. അവരുടെ വേദങ്ങളിലും എല്ലാം ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പല ഇടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രഡിക്ഷൻ കാർഡാണ്. ഗണിതം കൊണ്ട് നമ്മൾ ജാതകത്തിൽ എഴുതിയതുപോലെ തന്നെയാണ് ടാരോ കാർഡ്. അതിലെ സൂക്ഷ്മ ചിത്രങ്ങളിലൂടെയാണ് ഒരാളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഉള്ളത്. കാർഡ് കാണിക്കുക പല വ്യക്തികൾക്കും ഒരാളുടെ കാർഡിലത്തെ മീനിങ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പൊ വ്യത്യസ്തമായ മനുഷ്യർക്ക് വ്യത്യസ്തമായ ജീവിതങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഈ കാർഡിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്, നിഗൂഢമായിട്ട് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മറികടക്കാം എന്ന് ഭൗതിക ജീവിതത്തിൽ പല വൈരുദ്ധ്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. അപ്പൊ അതിന്റെ ഉറവിടം തേടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നത്, നമ്മളുടെ ബുദ്ധൻ സഞ്ചരിച്ച പോലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഡിക്ഷൻ എടുത്തിട്ട് മുൻകരുതൽ, നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഇനി വരാൻ പോണു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ ഈ കാർഡിന് കഴിയും. അതുകൊണ്ട് ആണ് ഈ ടാരോ എന്നത് ഇപ്പോ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു തിരിച്ചറിവ്, നമ്മൾ ഇത് ഒരു ജാതകം ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്ന ഒരാളോട് നമ്മൾ ഒന്നും പറയേണ്ടതില്ല. കാരണം അയാൾ അനുഭവിക്കേണ്ടത് അയാൾ അനുഭവിച്ചേ തീരുള്ളൂ. അതുപോലെയാണ് ടാരോ ശുദ്ധ അസംബന്ധമാണ്, ഇതെല്ലാം വിഡ്ഢിത്തമാണ് എന്ന് പറയുന്ന ആൾക്കാരോട് അത് അതിന്റെ വഴിക്ക് വിടുകയാണ്. കാരണം അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല, അവർക്ക് വരുന്നത് അവർ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്ന ഒരു കാർഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടാരോ എന്നതിനെ വിശ്വസിക്കാം ധൈര്യമായിട്ട് തന്നെ. ഇത്തരം ശാസ്ത്രങ്ങളെ കപടശാസ്ത്രം എന്ന് വിളിച്ചത് കൊണ്ടോ നമ്മളിൽ ആർജിതമായ കർമ്മദുരിതങ്ങൾ മാറുന്നില്ല. നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കർമ്മദോഷങ്ങളും വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ കർമ്മദുരിതങ്ങൾ
ഒരു പരിധി വരെ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തടുക്കാനും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മുൻകരുതൽ എടുക്കാനും നമുക്ക് കഴിയും. അത്തരം കാര്യങ്ങളാണ് ഇത്തരം കാർഡിലായാലും ജ്യോതിഷത്തിലായാലും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ വരാൻ പോണത് ഒരു ദുരന്തമാണെങ്കിൽ നമ്മൾക്ക് അതിനൊരു മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ കഴിയും. അവിടെയാണ് ഈ ടാരോ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാവണതും ഒരു വെളിച്ചം നൽകി നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് നിൽക്കുന്നതും. അപ്പൊ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് തന്നെയാണ് ഈ ടാരോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ ഒരു അവസ്ഥയെയും മുൻകൂട്ടി നമുക്ക് അറിയിച്ചു തന്നിട്ട് അതിൽ നിന്ന് രക്ഷ നേടാനും ഒരു മുൻകരുതൽ എടുക്കാനും നമ്മൾക്ക് ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ നടക്കുന്നതാണ്, അല്ലെങ്കിൽ പറ്റുന്നതാണ്. അത് ഒരു പ്രാക്ടീഷണറെ സംബന്ധിച്ച് ഇതൊരു ദീക്ഷ പോലെ അവര് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായത് കാരണം കൊണ്ട് കൃത്യമായ ആ റീഡിങ്ങിൽ അവർക്ക് നിങ്ങളെന്നെ വ്യക്തിക്ക് വായിക്കാൻ ആരാണോ വരുന്നത് ആ വായനക്കാരന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകാൻ കഴിയും ഈ ടാരോ കാർഡിലൂടെ എന്നുള്ളത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവത്തിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയാൻ നമ്മുടെ ജീവിതം, ഭാവി ജീവിതം മുൻകൂട്ടി അറിയാൻ നിങ്ങൾക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ റീഡിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അറിയുക, നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാണെന്ന് അറിയുക, സുരക്ഷിതമാക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ജരാനരകൾ ബാധിക്കുന്നതും സഞ്ചിതങ്ങളായ കർമ്മത്തെ നാം അനുഭവിക്കുന്നതും ഒരു ശാസ്ത്രീയ പ്രവൃത്തിയായി മാറുന്നു. അതായത് വിത്തിൽ നിന്നും മരം ഉണ്ടാവുന്നു, അത് നമുക്ക് തണലാവുന്നു. ഭൂമിയാണെങ്കിൽ ജലത്തെ ഒളിപ്പിച്ചു വെക്കുന്നു, അതാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദഹിക്കുമ്പോൾ കുടിക്കുന്നത്. തീക്കനലിൽ ചാരത്തെ മൂടിയിട്ടാണ് കിടക്കുന്നത്, അത് ചാരം മൂടിയിട്ടാണ് തീക്കനലിൽ കിടക്കുന്നത്, അത് ഒളിച്ചിട്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതിനെ കണ്ടെത്തുന്നു. എള്ളിൽ നിന്ന് എണ്ണ ഒളിച്ചിരിക്കുകയാണ്, അപ്പൊ ആ എണ്ണ നമ്മൾ എണ്ണ ആട്ടിയിട്ട് വേണം എടുക്കാൻ. പാലിൽ നിന്ന് നെയ്യ് കടഞ്ഞെടുക്കുന്നത്, പാലില് ആണ് ഈ നെയ്യ് ഒളിച്ചിരിക്കുന്നത്. ഇതെല്ലാം സത്യമാണ്. അപ്പൊ അതുപോലെ മനുഷ്യന്റെ ജന്മജന്മാന്തര ദുരിതങ്ങളും സഞ്ചിതങ്ങളായ കർമ്മങ്ങളും ഒളിഞ്ഞിരിക്കുക എന്നുള്ളതും സത്യമാണ്. അപ്പൊ ഇതൊരു പ്രാപഞ്ചികമായ നിയമമാണ്. ഇത് നമ്മളായിട്ട് ഒരു വ്യക്തിയായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. അപ്പൊ ഇതൊരു അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മുഴുവനായും കൃത്യമായും സൂക്ഷ്മമായും ഈ കാർഡില് വരച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്നെ സംബന്ധിച്ചൊരു കൃത്യമായിട്ട് ഒരു പ്രഡിക്ഷൻ കൊടുക്കാൻ അതുകൊണ്ട് കഴിയാറുണ്ട്. കാരണം ഞാൻ ആ ടാറുമായിട്ട് അത്ര ഇടപഴകിയത് കാരണം കൊണ്ട്. അപ്പോ നമ്മള് ഈ ചില ആചാര്യന്മാര് കൃത്യമായിട്ട് ജാതകം കുറിച്ച് വെക്കും, അത് എഴുതി വെച്ചിട്ട് വായിച്ചു കൊടുക്കലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കൃത്യമായ അവരതിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചത് കാരണമാണ്. അതുപോലെ തന്നെയാണ് ടാരോയും. ടാരോ നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക്, അത് ദീക്ഷ പോലെ പ്രാക്ടീസ് ചെയ്തുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു പരിധി വരെ കഴിയും. ഒട്ടേറെ തടസ്സങ്ങളെ മാറ്റാനും കഴിയും. ഞാൻ സാധാരണഗതിയിൽ ഒരു ടാറോ റീഡർ എന്നതിലുപരി നിങ്ങൾക്ക് വരുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. അതാണ് ഒരു ശരിക്കും എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ പരിഹാരം കൂടിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് നല്ല ടാറോ റീഡർ ആരെയാണെങ്കിലും അവരെ സമീപിക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെയും സമീപിക്കാം. ഒട്ടേറെ ശ്ലോകങ്ങൾ ഇവിടെ ഞാൻ പറയണത് നിങ്ങളുടെ ദോഷങ്ങൾ പരമാവധി ഇത്തരം ശ്ലോകങ്ങളിലൂടെ ഒരു പരിധി വരെ നിങ്ങൾക്ക് സ്വയം മാറ്റാൻ പറ്റും എന്നത് കാരണം കൊണ്ടാണ്. ആഭിചാര ദോഷങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കുമുള്ള ഒരു ശ്ലോകമാണ് ഞാൻ ഇവിടെ ചൊല്ലണത്. ഇത് നിങ്ങൾ സ്ത്രീകളല്ല, ഇത് പുരുഷന്മാരാണ് ചെയ്യേണ്ടതും. വീട്ടിലുള്ള പുരുഷന്മാരാണെങ്കിൽ അവരിത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആഭിചാര ദോഷങ്ങളും പ്രതിസന്ധികളും മാറും. ഓം നമോ ഹനുമതേ മർക്കടേശ മഹോത്സഹ സർവശോക വിനാശയ ശത്രുൻ സംഹാര മാം രക്ഷ ശ്രീയാം ദ്വാഭയ
മേഘപ്രഭോ ഓം ഹനുമതേ നമഃ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.